ഇത് നമുക്ക് അപ്പത്തിന്റെ ഇടിയപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ഫിഷ് മോൾ ചെയ്ത് നോക്കാം. നമ്മൾ അതിന് വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്നത് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ്. മാഗി കോക്കനട്ട് മിൽക്ക് പൗഡറിന്റെ പ്രത്യേകത 2 മിനിറ്റ് കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഫിഷ് മാരിനേഷനുള്ള മസാലയും തന്നെ നമ്മൾ തയ്യാറാക്കാണ്. ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, നാരങ്ങ നീര്, കറിവേപ്പില ചോപ്പ് ചെയ്തത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നമുക്ക് ഫിഷ് മോളിക്ക് വേണ്ടി ഇഷ്ടമുള്ള ഫിഷ് എടുക്കാം. കരിമീൻ എടുക്കാം, നെയ്മീൻ എടുക്കാം, ഏരി എടുക്കാം. അത് നമുക്ക് ചെറിയ ക്യൂബായിട്ട് വേണ്ടി കട്ട് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്തിട്ടുള്ള പീസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മുഴുവനോട് തന്നെ യൂസ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇപ്പൊ നമ്മൾ ഏരി ഫിഷാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്ത് വരഞ്ഞു വെച്ചേക്കാണ്, മാരിനേറ്റ് ചെയ്തെടുക്കാണ്. അതിന്റെ ഉള്ളിലേക്ക് എല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഒരു മണിക്കൂറോളം നമ്മളത് മാറ്റി വെക്കുകയാണ്. ചൂടായിട്ട് വന്ന പാനിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നേരത്തെ മാരിനേറ്റ് വെച്ചിട്ടുള്ള ഫിഷ് ഓരോന്നായിട്ട് ഓയിലേക്ക് ഇട്ട് കൊടുത്തു. ഫിഷ് നമ്മൾ ഓവർ കുക്കാക്കി എടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുള്ളൂ. അത് നമ്മൾ ഗ്രേവിക്ക് എടുത്ത് ബാക്കി നമ്മൾ കുക്ക് ചെയ്യും. ബാക്കി തേങ്ങാപ്പാലിലാണ് ശരിക്കും ഈ ഫിഷ് വേവുന്നത്. സീ ഫുഡുകളല്ലാതെ വളരെ ചെറുതായിട്ട് വെന്താൽ മതി, ഓവർ കുക്ക് ആവണ്ട. ഇതിൽ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ ബാക്കി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ബാക്കി ഗ്രേവി ഉണ്ടാക്കിയാൽ മതി. പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, ചെറുതായിട്ട് കട്ടി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. 2 പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തു. ഇതിൽ വേറെ മുളക് പൊടി ചേർക്കത്തില്ല, കുരുമുളക് പൊടിയുടെയും പച്ചമുളകിന്റെ എരിവ് മാത്രമേ ഉള്ളൂ. ചെറിയ വലുപ്പത്തിലുള്ള ഒരു സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓവറായിട്ട് നമ്മൾ ബ്രൗൺ കളറാക്കി എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട്. കാരണം വാട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ ഈ സവോള ഇതിലേക്ക് പൊന്തി വരികയും ചെയ്യും. ആ ഒരു സവോളയുടെ മധുരം കൂടി നമുക്ക് ഫീൽ ചെയ്യും. മഞ്ഞപ്പൊടി കുറച്ച് കൂട്ടിയിടുന്നുണ്ട്, എന്നാലാണ് നല്ല മഞ്ഞ കളർ കിട്ടുള്ളൂ. കാരണം നമ്മൾ ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. ഒരു മിനിറ്റോളം വളരെ സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാണ് മസാലയെല്ലാം. സാധാരണ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് 20 മിനിറ്റോളം തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് നമുക്ക് പോകും. ഇത് 2 മിനിറ്റ് കൊണ്ട് മാഗിയുടെ ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. ഇതിൽ 2ാം പാലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തു. അതിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. നല്ല തിന്നായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചൂടുവെള്ളം ഉപയോഗിച്ച് തയ്യാറാക്കി. മാഗി കോക്കനട്ട് മിൽക്ക് പൗഡറിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ ക്വാളിറ്റി നമ്മളെ ബാധിക്കില്ല. എല്ലാ തവണയും ഒരേ ടേസ്റ്റ് ഉള്ള ഫുഡ് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മുടെ ഫുഡിന്റെ ടേസ്റ്റ് എല്ലാം കൺസിസ്റ്റന്റ് ആയിരിക്കും. ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല, തേങ്ങാപ്പാലിൽ തന്നെയാണ് ഫിഷ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സൗകര്യാർത്ഥം വെള്ളത്തിലോ തേങ്ങാപ്പാലിലോ ഫിഷ് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ കുത്തി ഇളക്കുന്നില്ല, വളരെ ചെറിയ രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ. ഒരു 10 മിനിറ്റിനുള്ളിൽ ഫിഷിന്റെ ഗ്രേവിയുടെ ഫുള്ള് ടേസ്റ്റും ആ ഫിഷിലേക്ക് ഇറങ്ങും. ടൈറ്റ് ആവാനായിട്ട് 1ാം പാലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ സെയിം 1 ടേബിൾ സ്പൂൺ തന്നെ തേങ്ങാപ്പാൽ എടുത്തു. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ല ടൈറ്റിൽ നമ്മൾ തയ്യാറാക്കി. തിളച്ചു വന്നിട്ടുള്ള ഗ്രേവിയിലേക്ക് നമ്മൾ 1ാം പാൽ ഒഴിച്ചു കൊടുത്തു. ഇത് അധികം നേരം തിളപ്പിക്കുന്നില്ല, വളരെ സ്ലോ ഫ്ലെയിമിലായിട്ട് വെച്ചു. ഇത് ഗ്രേവി നല്ല കളർഫുൾ ആവാനായിട്ട് നമ്മൾ അല്പം ടൊമാറ്റോ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിടുന്നുണ്ട്, ക്യാപ്സിക്കം ഇടുന്നുണ്ട്, റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിടുന്നുണ്ട്, വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കുറിയ ഗ്രേവിയോട് കൂടിയ ഫിഷ് മോളി നമ്മൾ റെഡി ആയി കഴിഞ്ഞു. നല്ല തിക്കായിട്ടുള്ള സ്റ്റൂവ്, കറി, പായസം എല്ലാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ പൗഡർ യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റോട് കൂടിയ നല്ല ക്രീമി ടെസ്റ്റ് ആയിട്ടുള്ള ഫിഷ് മോളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എപ്പോൾ കറി ഉണ്ടാക്കിയാലും ഈ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഇതേപോലെ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിക്കാം. മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ വീടിനടുത്തുള്ള എല്ലാ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്നതാണ്.